വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ അമൽ തേനമ്പറമ്പിലിന്റെ കൂടെയുണ്ട്. അമൽ, ത്രികോണ മത്സരം നടന്ന വട്ടിയൂർക്കാവിൽ എന്താണ് മുരളീധരൻ? ഒരു മാറ്റവുമില്ല. കേരളത്തിൽ UDF ജയിക്കും, സംശയമൊന്നുമില്ല. വട്ടിയൂർക്കാവിന്റെ നാളെ അറിയാലോ. എന്താണ് ഒരു പ്രതീക്ഷ? അതാ പറഞ്ഞേ, വട്ടിയൂർക്കാവിന്റെ നാളെ അറിയാം, കേരളത്തിൽ UDF ജയിക്കും. ഈ സീറ്റ് പ്രഡിക്ഷൻ വല്ലതും നടത്തുന്നുണ്ടോ? 80 മിനിമം. 80 മിനിമം 100+നുള്ള 80 മിനിമം 100 വരെ പോവാം. വട്ടിയൂർക്കാവില് എത്ര ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്? അത് നാളെ അറിയാം. അമൽ, വട്ടിയൂർക്കാവിനെ കുറിച്ച് ഒരു പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നില്ല എന്നുള്ളത് കൗതുകകരമാണ്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ തുടക്കം മുതൽ പറഞ്ഞിരുന്നത് ഏറ്റവും കുറഞ്ഞതൊരു 6000-7000 വോട്ടിന് ജയിക്കും എന്നുള്ള പ്രതീക്ഷ തുടക്കം മുതലേ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്കൊക്കെ വരുമ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വട്ടിയൂർക്കാവിൽ നിലനിൽക്കുന്നു. നേമത്ത് എന്താണോ അവസ്ഥ അതുപോലെ തന്നെയാണ് വട്ടിയൂർക്കാവിലും. കഴക്കൂട്ടത്ത് കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഈ ത്രികോണ പോരാട്ടം നടക്കുന്ന 3 മണ്ഡലങ്ങളിൽ വട്ടിയൂർക്കാവിൽ അതോടൊപ്പം തന്നെ നേമത്ത് ഈ രണ്ടിടത്തും കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. വട്ടിയൂർക്കാവിലെ ഒരു നേർചിത്രം പറയുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ നേർക്ക് നേരുള്ള മത്സരം നടക്കുന്നത് BK പ്രശാന്തും കെ മുരളീധരനും തമ്മിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഒരു ത്രികോണ പോരാട്ടത്തിന്റെ ഫീൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവസാന ഘട്ടത്തിൽ, പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ ശ്രീലേഖയ്ക്ക് ഒരല്പം പിന്നോട്ട് പോകേണ്ടി വന്നു എന്നുള്ളതാണ് BJP ക്യാമ്പ് പോലും വിലയിരുത്തുന്നത്. BJPക്ക് ശക്തമായ സ്വാധീനമുള്ള പല മേഖലകളിലും വോട്ടിംഗ് പെർസെൻറ്റേജ് അടക്കം കുറഞ്ഞതടക്കം ചൂണ്ടിക്കാട്ടിയാണ് ആ ഒരു വിലയിരുത്തലിലേക്ക് BJP അടക്കം എത്തുന്നത്. പക്ഷേ കെ മുരളീധരന് പോലും കെ മുരളീധരന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബന്ധം മാത്രമല്ല ഈ മണ്ഡലവുമായി ഉള്ളത്, പഴയ MLA എന്നുള്ള ബന്ധം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ കെ മുരളീധരന് വട്ടിയൂർക്കാവുമായി ദീർഘകാലത്തെ ആ ബന്ധമുണ്ട്. ആ ബന്ധമുള്ളപ്പോൾ തന്നെ നിലവിലെ MLA VK പ്രശാന്തിനെ ഒട്ടും കുറച്ച് കാണാൻ കഴിയില്ല. പഴയ മേയർ എന്നുള്ള ബന്ധം മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി മണ്ഡലത്തിലെ MLA എന്നുള്ള നിലയിൽ വട്ടിയൂർ വൈബ് എന്നൊരു സംഘടനയ്ക്ക് ഉണ്ടാക്കി ഈ മണ്ഡലത്തിൻ്റെ വൈബ് അറിയുന്ന ഒരു MLA ആണ് VK പ്രശാന്ത്. അങ്ങനെ VK പ്രശാന്തും കെ മുരളീധരനും തമ്മിലൊരു നേർക്കുനേർ മത്സരത്തിലേക്ക് അവസാന ചിത്രം എത്തിയിട്ടുണ്ട്. പക്ഷേ വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ എല്ലാവരും പങ്കുവെക്കുന്നുണ്ടെങ്കിൽ കൂടി, ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു ലീഡൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ LDF സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിക്കോ കഴിയുന്നില്ല. BJP ആണെങ്കിൽ ഇപ്പോൾ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു നിരാശാ മൂഡിലേക്ക് മാറിയിട്ടുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട് വട്ടിയൂർക്കാവിലേക്ക് നോക്കുമ്പോൾ. അഭിലാഷ്, അതാണ് വട്ടിയൂർക്കാവിലെ സ്ഥിതി. ഉറപ്പിച്ചൊന്നും പറയാൻ ആർക്കും പറ്റാത്ത അവസ്ഥ.